പച്ചമല്ലി കണ്ടോ, മല്ലിയും മുളകും ഉണക്കി കൊണ്ടുവന്ന് വെച്ചാട്ടോ. മുളക് വേണ്ട, മല്ലി മാത്രം കണ്ടോ. മുളകും മല്ലിയും 5 മണിയാകുമ്പോഴേക്ക് പോയി പൊടിച്ചിട്ട് വരണം കേട്ടോ. അല്ലെങ്കിൽ നാളെ പിന്നെ മുളക് മല്ലി വാങ്ങാൻ ആദ്യം പോയിട്ട് വരും. അങ്ങനെ കാത്ത് 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 നാളത്തെ ഒരു ദിവസം കൂടിയുള്ളൂ. മറ്റെന്താ നമ്മുടെ വീട്ടിൻ്റെ എന്താണ് നല്ല തിരക്ക്. പിന്നെ എന്താ തിരക്ക്, നല്ല തിരക്കല്ലേ. ഇന്ന് ഡ്രസ്സ് അടിച്ചിട്ട് കിട്ടും കേട്ടോ. വൈകുന്നേരത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ട്. നാളെ പിന്നെ പെങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ടാവും, ഏട്ടനും എല്ലാവരും ഉണ്ടാവും. വീട് കൊല്ലവിലൊക്കെ ഏട്ടാ അല്ലേ? എല്ലാവരും ഉണ്ടാവും. നമ്മുടെ ചാത്തപ്പനുണ്ടാവും. നോക്ക് നോക്ക്, അവിടെ കൊണ്ട് കയറ്റിയാന്നപ്പി തിരക്കിനിടയിൽ ദിവസം കൂട്ടിനുള്ളിൽ തന്നെ ഇടണ്ടല്ലോ. ഒരു ദിവസം വീട്ടിലിടാട്ടേട്ടാ, തുറക്കാൻ പറ്റില്ല കേട്ടോ. അന്ന് പാടുപെടും നീ ഉറപ്പാ. ഈ കളിയൊന്നും അന്ന് നടക്കില്ല ആൾക്കാരുടെ കൂടെ. ചാത്തനെ കാണാൻ വേണ്ടിട്ട് ചാത്തനും പപ്പൂരൊക്കെ കാര്യം കഷ്ടത്തിലാവുന്നു. അന്നിപ്പോ ഇവര് പപ്പൂനെ ടെറസിന്റെ മുകളിൽ കെട്ടിയിടാന്ന് വിചാരിച്ചാട്ടോ. അപ്പോൾ പപ്പൂനെ ടെറസിന്റെ മുകളിൽ കയറ്റി കഴിഞ്ഞ് വെച്ചാൽ എന്താണെന്നറിയോ പ്രശ്നം? നമ്മുടെ ആരെങ്കിലും മുകളിൽ കയറുമ്പോഴേ ഇപ്പം ഇങ്ങനെ പതുങ്ങിയിരുന്നിട്ട് ഒരൊറ്റ ചാട്ടാണ് ചാടും കേട്ടോ. അപ്പോൾ പേടിക്കില്ലേട്ടാ? പറ്റില്ല, അവന് പരിചയമില്ലാത്തവർക്കൊന്നും കെട്ടി നിൽക്കില്ല, തൊള്ളായിട്ട് പൊളിക്കും. തന്നെ ആവുമ്പോൾ വലിയ പ്രശ്നമില്ല. ഒന്നാമതാണ് ആൾക്കാരെ കൂടുതൽ കാണാത്ത. അപ്പോൾ ആ കൂടൊക്കെ എന്തെങ്കിലും തുണിയൊക്കെ കെട്ടി മറച്ച് അവൻ്റെ ഈ പന്തലിൻ്റെ ഭാഗത്തേക്കുള്ളതൊക്കെ മറവൊക്കെ ഒന്ന് മാറ്റി മറച്ചിട്ട് അപ്പുറത്തേക്ക് കാണാൻ ഭാഗത്തിലാക്കി വെക്കണം. നാളെ അല്ലെങ്കിൽ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ പൊളിക്കുന്നതായിരിക്കും. എല്ലാവരും ചോദിച്ചിരുന്നു പന്തലിട്ടില്ലേന്ന്. നാളെ ആയിരിക്കും പന്തലിടുക, അല്ലെങ്കിൽ ഇന്ന് വരാന്നൊക്കെ പറഞ്ഞതാ. ഇനിയിപ്പോൾ എന്താണോ നാളെ നാളെ മതി. ഇപ്പം ഇന്ന് പന്തലിട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് എന്തിനാ പന്തൽ? നാളെ പിന്നെ ഏട്ടന് ഞങ്ങൾ അമ്മി വാങ്ങാൻ പോകണം വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഇനി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചില്ലേട്ടാ. കുട്ടിയോടെ കൊണ്ടുവയ്ക്കുന്നു. ഇപ്പം അമ്മയുടെ ആവശ്യമുണ്ട്. അമ്മയുടെ ആവശ്യമുള്ള അത് നല്ല അമ്മി അവിടെ എങ്ങനത്തെ നല്ല കല്ല് എന്നൊക്കെ നോക്കിയിട്ട് അന്വേഷിച്ചിട്ടൊക്കെ വാങ്ങും. നമുക്ക് കല്ലിനെ കുറിച്ച് അറിയില്ല, അമ്മീനെ കുറിച്ച് അറിയില്ല. വേഗം ഓടിപ്പറഞ്ഞ് പോയി അന്തമുട്ട കല്ലാണ് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയും പോവും, അതിന് ബുദ്ധിമുട്ടിയ സമയം വേസ്റ്റാവും. ഈ തിരക്കിൻ്റെ കൂടെ പറ്റില്ല. അനിയന് കുറച്ച് പാലെടുത്തേക്ക് കേട്ടോ, 1/2 ഗ്ലാസ്. വൈകുന്നേരത്ത് വരുമ്പോഴേ ചായ നല്ല വിശന്നിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പോൾ കുടിക്കാൻ തുടങ്ങിയത്, ആദ്യം കുടിക്കുകയേ ചെയ്തിരുന്നില്ല. എന്താണ് മുടി വെട്ടാൻ പോണില്ലേ കൂട്ടരേ? ബ്യൂട്ടി പാർലറിലേക്ക് പോണില്ലേ കൂട്ടരേ? ഇതെന്താ പാന്റ് എങ്ങനെ പിടിച്ചിരുന്നു? ഒരു പോണ്ടോ? ചായ അപ്പൊ വേറെ തന്റെ പാന്റ് എടുത്തിട്ട് എന്തിനാ നീ ഏട്ടന്റെ പാന്റ് ഒക്കെ ഇട്ടിരുന്നു? 2 തരം ചായ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വേണം പാസരം. ഇതാരും ഷർട്ട് എന്റെ ഷർട്ടിന് അല്ലേ? കണ്ടാ ഏട്ടന്റെ ഷർട്ട് അല്ലേ? ഏട്ടന്റെ ഷർട്ടും ഏട്ടന്റെ പാന്റ് പിന്നെ എങ്ങനെയാണ് ഊരിപ്പോയിരിക്കും? എന്താണ് കണ്ടോ? എന്താണ് കയ്യിൽ എന്താ കാണുന്നത്? എന്താ കയ്യിൽ കാണുന്നു? ഒന്നും കാണണ്ട. കയ്യില് 2 മോതിരം കാണണ്ട. വേറെ എന്താ കാണുന്നത്? അതന്നെ, അതാണോ ഉദ്ദേശിച്ചത്? അതന്നെ ഉദ്ദേശിച്ചത്. കവി ഉദ്ദേശിച്ചത് അതാണ്. ഇതാണ്ടതാണ്ട പറഞ്ഞു. ഞാനെന്താ ചിക്കൊന്നും മനസ്സിലായില്ല. സ്വർണത്തിന്റെ ഇപ്പൊ സ്വർണം വാങ്ങണമെങ്കിൽ ലോട്ടറി അടിക്കണം. നമ്മുടെ കയ്യിൽ എന്തായിരിക്കും വാങ്ങാൻ പറ്റും തോന്നില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ മുത്തരനാണ്. എന്താട്ടോ 2 തരം ചായ, പിന്നെ സാമ്പാർ വെച്ചുട്ടോ. ഇനി വൈകുന്നേരത്ത് കുറച്ച് ഉണക്കമീൻ എന്തെങ്കിലും വാങ്ങാം. അമ്മയ്ക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളോ തര പൊന്നങ്ങോട്ട് തായോ. ബഹളം വെക്കാൻ പാടില്ല കേട്ടോ. ഇതാക്കി എന്താ നാളെ രാവിലെ പുട്ടും കടലക്കറി ഉണ്ടാക്കാം, ഉച്ചയ്ക്ക് മോരുകൂട്ട ഉണ്ടാക്കാം, ഉപ്പേരി ഉണ്ടാക്കാം, വൈകുന്നേരത്ത് കുറച്ച് ചിക്കൻ വാങ്ങുക, കുമ്പളങ്ങി ഉണ്ടാക്കുക. ലേട്ടാ ഉച്ചയ്ക്ക് നാളെ മോരുകൂട്ടാൻ വെച്ചാൽ പോരെ? പോരെ അല്ലമ്മ? നാളെ ഉച്ചയ്ക്ക് മോരുകൂട്ടാൻ വെച്ചാലോ? വൈകുന്നേരത്ത് എല്ലാവരും വരുമ്പോൾ ചിക്കനും കുമ്പളങ്ങിയും പാടെ വയ്ക്കാം. മറ്റന്നീ ചിക്കനല്ലേ? അപ്പോൾ കുട്ടികളൊക്കെ ചിക്കനും കുമ്പളങ്ങിയും പപ്പടം അച്ചാറുമാണ് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടാവൂലമ്മ. എല്ലാവരും നാളെ വരും. വരും ചേച്ചി വരും കേട്ടോ.
ഞാൻ പറയാം ചേച്ചി വരും. ഇത് പുതിയ വീട്ടിലേക്ക് വാങ്ങിയ ക്ലാസ് ആട്ടോ. പക്ഷേ ക്ലാസ് പുതിയ വീട്ടിലൊക്കെ സാധനങ്ങൾ ഇവിടെ. അതൊന്നും കുഴപ്പമില്ല. അയ്യ അതല്ല പറയുന്നത്, അവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ക്ലാസ് കാണല്ലാന്ന്. അച്ചു കുട്ടികളുടെ കൂടെ ഒന്ന് പോവോ? അമ്മ പോണ്ടല്ലോ. അമ്മ പോകണ്ടോ? എന്തോ ആരും അങ്ങോട്ട് പോണ്? ഞങ്ങള് അങ്ങോട്ട് പോകണ്ട, അതിനകത്തിരിക്കണോ? ഞങ്ങൾ എങ്ങോട്ടും പോകണ്ട. അമ്മോ അമ്മോ കുട്ടികളുടെ കൂടെ പോ. കുട്ടികളുടെ കൂടെ പോവാച്ച പൊക്കോ. കോങ്ങാട് പോകുമ്പോ നീ ആരും വരില്ല കേട്ടോ. കിച്ചു ഇല്ലാത്തൊരു വഴിയില്ല. കോങ്ങാട് കിച്ചു വരുന്നു. അച്ചു അമ്മോ ജലദോഷത്തിന് അമ്മയുടെ ചായ ഇതാ. നിന്റെ മുടി നോക്കട്ടെ. മുടി കുഞ്ഞ് നല്ല ചെറുതാക്കാൻ പറഞ്ഞിട്ടേ. എന്താ മുടി വളർന്നിട്ട്. സുകന്യ അച്ചു എല്ലാവരും പാടെ പോണത് കേട്ടാ. ടൂറ് പോവാണ്. മുടി വെട്ടാൻ പൊരിയല്ലേ? എന്ത് കാറോ? കാറ് പോരും ഏട്ടാ. കാറ് വിളിച്ചിട്ടുണ്ട്. ഇവിടെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞേ കളർ സാരികൾ എടുക്കാൻ പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു ചന്ദന കളറുള്ള സാരികൾ മതി പറഞ്ഞിട്ടാണ്. ചന്ദന കളർ ഞങ്ങളൊക്കെ ഒരു കളറ്, അമ്മയൊക്കെ ചന്ദന കളറിൽ നിൽക്കണില്ലേട്ടാ. അത് 2 സാരി കൂടി എടുത്താൽ മതി. അപ്പൊ അത് കേൾക്കണ്ടല്ലോ. നിങ്ങള് ആ ചന്ദന കളറല്ലേ സാരി നിങ്ങൾക്ക്? ഇവിടുത്തെ ഫംഗ്ഷനേ അതിന് അത് ചന്ദന കളറല്ലേ. ആന ഇഷ്ടായത് അമ്മയ്ക്ക് അത് മതി പറഞ്ഞോട്ടോ. അവിടെ പിന്നെ ഇനി ചെക്കന്മാർക്ക് പാൻറ്റോ പാൻറ്റൊക്കെ എടുക്കേണ്ടി വരും. അവര് മുണ്ടെടുത്തോളൂ. മുണ്ടോ? പിന്നെ വണ്ടി വന്നിട്ടാ. എന്താ അതിന്റെ കാറ് അതാ. ഇനി പോരിയോ? എന്നാ കവറോട് കൈ പിടിച്ചോ. മുടി വെട്ടുമ്പോ വെറുതെ ഇരിക്കുമ്പോ തിന്നാലോ. നിന്റെ മുടി വെട്ടിക്കോ. എടി വട്ടടി. പൂർണിയമ്മ പോണോക്ക് ഉരുണ്ടോട്ട്. കുഞ്ഞനെവിടെ? കുഞ്ഞുണ്ണിയ. ടാറ്റ. കാറ്റൊക്കെ തന്നൊരു എവിടൊക്കെ വരുന്നതല്ലേ. 2 കൈ കൊണ്ടൊക്കെ സുഖിയായിരുന്നു. എന്താ മുടി വെട്ടാൻ പോകാൻ വേണ്ടിയിട്ട് രാവിലെ തുടങ്ങിയ തിരക്കാണ് കേട്ടോ. മുടി വെട്ടണം പറഞ്ഞിട്ട്. ഇനി സുകന്യക്ക് എങ്ങനെയാണെന്ന് അറിയോ? പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണേ. കറ പറഞ്ഞിട്ട് പാവം. അല്ല അങ്ങനെയല്ലേ പറയുന്നത്. അവിടെ കോടിക്കഴി ഒന്നും കിട്ടില്ല. മറ്റേ ഫാൻസിയിലൊക്കെയാണ് പറഞ്ഞാൽ എന്തെങ്കിലും. വീട് കണ്ടിട്ട് എന്തോ നീ സൂപ്പറായോ? അടി വീട് നല്ല. എൻ്റെ അമ്മയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു വീട് വെച്ച് കഴിഞ്ഞ ഒരു 10 ദിവസം വന്നിട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് സാധിക്കില്ല. എനിക്ക് എനിക്കൊരു വീടായി കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നിൽക്കണം തോന്നുന്നുണ്ടല്ലോ. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നില്ല, എനിക്ക് എൻ്റെ മകളെ എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാഴ്ച നിൽക്കണം. അമ്മയ്ക്കത് സാധിച്ചില്ല, എനിക്കത് സാധിച്ചു. അപ്പം അതാണ് ഭാഗ്യമുണ്ട്. എവിടെയൊക്കെ ആഴ്ചേനെക്കാട്ടിലും നന്നായില്ലേ? നമ്മൾ എല്ലാവരും വിചാരിച്ചതിനേക്കാളും നന്നായി കേട്ടോ. എല്ലാം കൊണ്ടും. ഇനി എന്താ നമ്മുടെ ഈ ഫംഗ്ഷനും കൂടി ഒന്ന് നന്നായി നല്ല രീതിയിൽ നിങ്ങൾ വരാൻ ഇഷ്ടമുള്ളവരൊക്കെ വരികയാലേട്ടാ. പിന്നെ നമ്മൾ ഇനി 2 ദിവസം നാളെ ഇനി നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടാ. നാളത്തെ തിരക്ക് എന്താണെന്നും അറിയില്ല. പറയാൻ പറ്റില്ല. പറ്റുന്നതാണ് വെച്ചാൽ എടുക്കുക. പിന്നെ ഇനി അമ്മി വാങ്ങാൻ പോണം പറഞ്ഞിട്ടാണ് കേട്ടോ. അമ്മി വാങ്ങുക പറയുന്നത്. നല്ല കല്ല് അവിടെ ഞാനന്ന് കണ്ടു. ഇവിടെ എന്താ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയില്ലേ? ഇങ്ങോട്ട് പോയില്ലേ നമ്മള്? പത്തിരിപ്പാല റോട്ടിലുണ്ട് ഒരു കടയിൽ കണ്ടിരുന്നു. അമ്മി കണ്ടിരുന്നു. കല്ലടിക്കോടും ഉണ്ട് ഇത്ര അമ്മി. ശീതളടുത്തേ പറഞ്ഞു. അപ്പം അമ്മി വാങ്ങാൻ പോവാ പറയട്ടോ. ഇനി ഇതാ ഇവിടെയൊക്കെ കണ്ടോ, ഈ ഭാഗം ഇന്നലെ അവിടത്തേക്ക് കാട് വെട്ടി. ആ സൈഡത്തെ ഈ സൈഡത്തേക്ക് കാട് വെട്ടിയിരുന്നു കേട്ടോ. അപ്പം ഇനി അതൊക്കെ അടിച്ചിട്ട് തീയിടണം. അന്ന് നല്ല വെയിലായിരുന്നില്ലേ? അപ്പോൾ അത് ചെയ്യാണ്ട് അനിയേട്ടാ നിങ്ങൾ വീഡിയോ പിടിച്ച് നിന്നാൽ ശരിയാവില്ല. മുളകും മല്ലിയും പോയി പൊടിച്ചിട്ട് വന്നോളൂ. ഇല്ലെങ്കിൽ നാളെ എന്തെങ്കിലും സമയം ഉണ്ടാവില്ല
അല്ലേ? അനിയേട്ടല്ലേ ഇത്രയും ദിവസം മുടി വെട്ടാൻ പോവാണ്ട് ഇന്നലെ പോയിട്ട് മുടി വെട്ടിയിട്ട് വന്നേക്ക. അത് ഹിന്ദിക്കാരന്റെ അടുത്ത് മുടി പോയി വെട്ടിയിട്ടില്ലേ, ഫുൾ മുടി മൊട്ടയടിച്ച പോലെ ഇവരൊക്കെ ഹിന്ദിക്കാരാണെന്നുള്ളത്. ഫുള്ളില്ലേ കുറച്ച് നീളം മുറിക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ കുറച്ച് നീളം മുറിക്കല് എനിക്ക് ഇഷ്ടായില്ല. എന്നിട്ടുണ്ട് മുടി ഇങ്ങനെ മൊത്തം വെട്ടിയിട്ടില്ലേ, ഇത് പറ്റില്ല പറയാൻ പറ്റുമോ? മുഖം തെങ്ങനെ അതൊക്കെ നാളത്തെ കൈ മറ്റാ നമ്മൾ ശരിയാവുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു എന്തേട്ടാ നിങ്ങളുടെ മുടി മുഖമൊക്കെ ഇങ്ങനെ ചോദിച്ചു പറയാം. അത് സാരമില്ലാന്ന് ഇപ്പൊ എല്ലാരും പറയാൻ തുടങ്ങിയില്ലേ. എനിക്കിഷ്ടായേ ഇല്ല ഏട്ടൻ. 1 മണിക്കൂർ അതിപ്പോ കുറച്ച് നീളം മുടി കുറച്ച് നീളം പോയാൽ എന്താ ചെയ്യാ, അത് വരും. മുടിയുടെ കാര്യം അത്രേ ഉള്ളൂ. ഒരാഴ്ചയും കൊണ്ടൊക്കെ ശരിയാവും. കല്ലടിക്കോട് പോണം കേട്ടോ. ഓ അമ്മ പറയണ പോലെ ഇന്ന് പണികളുണ്ട് കേട്ടോ. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളും. വൃത്തിയാക്കുള്ള നാളെ വരുന്നേരം തിരക്കായിരിക്കും. ഇവിടുത്തെ ഇതായി അതിനെക്കാട്ടിലും തിരക്കായിരിക്കും. മറ്റൊന്ന് അതിനേക്കാളും തിരക്കായിരിക്കും. സത്യം പറയാച്ചല്ലേ എന്തോ ഒരു പണിയാണ് പറഞ്ഞിട്ടാ. ഒരു വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാച്ചല്ലേ ശരിക്കും പറഞ്ഞ ഒരു പണി തന്നെയാണ് കേട്ടല്ലേ. പഴയ വീടാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എന്ത് പുതിയതാകൊണ്ട് ഒരു കുഴപ്പമില്ല, അതിലിങ്ങനെ പണിയെടുത്താൽ മതി. എന്താ കട്ടുക സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടിടും. വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ട് പോയിക്കോളേ അമ്മ, അതാ നടക്കുള്ളൂ ചേട്ടാ. എന്നാലും ഈ പറയുന്നത് എളുപ്പമല്ല. ഇതൊക്കെ അവിടെ കൊണ്ടിട്ട് ഇവിടെ ഒരു അത്യാവശ്യത്തിന് വേണ്ട ഓരോ സാധനങ്ങളായിട്ട് എടുത്തു. ഇത് പറയുമ്പോഴാണ് അല്ലേ നമ്മള് എന്താ ഞങ്ങളുടെ പൊളിച്ച വീട് ആദ്യം വീട് കയറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് കരിമനപ്പട്ടയും കൊണ്ടല്ലേ മറിച്ചിരുന്നത്. ആ കരിമനപ്പട്ടയും കൊണ്ട് മറിച്ചിട്ട് ബാത്റൂമിന്റെ കുഴിയില്ലേട്ടാ, ആ ബാത്റൂമിന്റെ കുഴിയുടെ അവിടെ ഇതൊരു കുഴി. അന്ന് ബാത്റൂം പുറത്താണ് കേട്ടോ, ഉള്ളിൽ ബാത്റൂം ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, ആ കുഴി കുഴിച്ചിട്ടൊക്കെ പഞ്ചായത്തിൽ നിന്ന് കുഴി കുഴിച്ചിട്ടിട്ട് എന്താ ബാത്റൂം കെട്ടിയിട്ടില്ല. എന്നിട്ട് അച്ഛൻ എന്താ കാട്ടിക്കണെന്ന് അറിയാം, 4 കാല് കൊടുത്തൊക്കെ കേട്ടാ. ഈ 4 കാല് കൊടുത്തിട്ട് അന്ന് ടാർപ്പായും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ വെറുതെ വെട്ടി. ഇപ്പം നമ്മളിവിടെ ഷെഡ് കിട്ടിയിട്ടുണ്ടല്ലേ, അതുപോലെ ഇട്ട് കരിമ്പനപ്പട്ടിയും വെച്ചിട്ട് ഈ കുഴിയില്ലേ റിങ്ങിട്ടൊക്കെയല്ലേ എന്ന്, റിങ്ങിട്ട കുഴിയുടെ കൂടെ ഫുള്ള് പലകി അങ്ങോട്ട് വീടിന് വേണ്ടിയിട്ട് നിരത്തി. എന്നിട്ട് ഞങ്ങൾ ഫുള്ളും അതിലായിരുന്നു കാണുന്നത്. അതെങ്ങനെയാണെന്നറിയോ, ഇപ്പോഴത്തെ സ്റ്റേജില്ലേ ആ സ്റ്റേജിൻ്റെ രൂപം വേറെ ഇല്ലമ്മ. സാരിയും കൂടി അന്ന് തോനെ മറയ്ക്കാല്ല, സാരി ഒരു ഇതുമില്ല അല്ലേ, മുണ്ടും സാരി ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആ വീടിൻ്റെ പണി കഴിയണ വരെ ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. നല്ല ഒരു പ്രാവശ്യം മഴ പെയ്തപ്പോൾ ഞങ്ങൾ പ്രേമചേച്ചിയോടേക്ക് പോയില്ലേ കിടക്കാൻ. അവർ ഞങ്ങൾ മഴച്ചാറിൽ കൊണ്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളെന്താ അവിടെ കിടക്കണ ശോടത്ത് ഇങ്ങോട്ട് വരും പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അയ്യോ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇപ്പം ഇതൊക്കെ കൊട്ടാരായിട്ടല്ലേ. വീട് പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ വിചാരിച്ച മാതിരി പിന്നെ ഇരുത്താൻ കിടത്തൊന്നും ശരിയാവില്ല. പിന്നെ വീട് പണി തീരുവോളം അങ്ങനെയൊക്കെ തന്നെ എവിടെ അവിടെ കിടക്കുക. കട്ടിലും ഇതൊന്നും ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുപോലെയാണോ? സാധനങ്ങൾ മാറ്റാൻ എവിടെ കൊണ്ട് നാശാവും ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എന്താ എങ്ങനെ നോക്കുമ്പോൾ എല്ലാ സാധനവും നമുക്ക് ആവശ്യമുള്ളതാണേനും ചിലത് അല്ലേ നമ്മളത് കളയട്ടെ വിചാരിക്കുമ്പോൾ ആ സാധനമൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അതൊന്നും കളയുകയും ചെയ്യില്ല. എന്നാലോ 2 വീട്ടിലേക്കുള്ള സാധനം ഉണ്ടേനുല്ലേ അമ്മ, അവിടെ 2 വീട്ടിലേക്കുള്ള സാധനം ഉണ്ട് കേട്ടോ. അത്രയും സാധനങ്ങളുണ്ട്. അനിയേട്ട എപ്പോഴും പറയും എന്ത് വാങ്ങിച്ചാൽ ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിയാൽ മതി കേട്ടോ, നാശാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങണ്ട. എന്ത് സാധനമാണോ വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ നിർത്തുകയാണേ. ഇനി എന്താ ഓരോരുത്തർ ഇങ്ങനെ വരുന്നതും അവരുടെ വിശേഷമൊക്കെ ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാം കേട്ടോ. ഇന്ന് ചോറ് തികയില്ല എന്ന് വിചാരിച്ചു ഞങ്ങൾ നേരത്തെ ചോറ് വെച്ചു. ഇന്ന് 3 പേര് പണിക്കാരുണ്ട്. വിനോദും കുഞ്ഞും ഒക്കെ ഏസംകുട്ടിയെന്നൊക്കെ അവിടെ പണിയെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ടച്ചിങ്സ് എന്താ നമ്മുടെ അടുക്കളയുടെ ആ സൈഡൊക്കെ ചളിയാക്കിയിട്ട് അവിടേക്ക് കൂടിയൊക്കെ ഒന്ന് ടച്ചായി. പിന്നെ നമ്മുടെ ഈ ജനലിൻ്റെ കമ്പി ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഒന്ന്, അപ്പോൾ ജനലിൻ്റെ കമ്പി പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കൂട്ടാനുണ്ട് കേട്ടോ. ചോറുമായി ഇവിടേക്ക് 4 ഭാഗം അടിച്ച് വൃത്തിയാക്കി ഇടട്ടെ. എന്നിട്ട് അമ്മയ്ക്ക് കല്ലടിക്ക് വന്ന് പോകണത്രേ. എനിക്ക് പോണെന്ന് പറഞ്ഞതാണ്. അപ്പക്ക് അമ്മക്ക് കല്ലടി പോട് പോകണം. എന്തോ ചെയ്യും, ഞാൻ മേക്കപ്പ് ചെയ്യാനോ പോണേ, ഞാൻ ത്രെഡ് ചെയ്യണം പറഞ്ഞിട്ട് അതാ അമ്മ പറയണത്. അമ്മയ്ക്ക് വന്നപ്പോൾ എന്താണെന്നറിയാം, കുരു കുറച്ച് കുറഞ്ഞല്ലോ എന്ന്. പോയില്ലേ ഇപ്പോൾ സമാധാനമായില്ലേ? തടിയും പോയി ഇത്രേ, ഞാൻ കുരുവും പോയി ഇത്രേ. എനിക്ക് ഇവരെല്ലാവരും പറയുമ്പോൾ തടി പോയി പറയുമ്പോഴല്ലേ എനിക്ക് വിശപ്പ് കൂടി വരിക ചെയ്യുന്നത്. എല്ലാവരും പറയില്ലേ
തടി പോയി പറയുമ്പോൾ പിന്നെ വിശപ്പൂട് തന്നെ എന്താണെന്നൊക്കെ അറിയില്ല. എന്നിട്ട് നാനിയേട്ടൻ്റെ അടുത്ത് പറയാം ബിരിയാണി തിന്നാൻ പുതിയതായിട്ട് വയ്യ. നാനിയേട്ടൻ പറയാം നന്നായി നടക്കും, ഈയാണ് ഡയറ്റ്. എന്തായാലും ഇനി ഇതൊക്കെ കഴിയട്ടെ എന്നിട്ടേ ഉള്ളൂ ഡയറ്റൊക്കെ ചെയ്യാം, കോരിയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളും നാളെ പറ്റുമോ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല. പറ്റണ പോലെ നമ്മൾ വീഡിയോസ് ഇടാല്ലേട്ടാ, ശ്രമിക്കാമല്ലേ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട്